മറ്റുള്ളവരിൽ ഒരാളായി മാറരുത്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിന് തീ കൊടുത്താൻ ജ്വലിപ്പിക്കാൻ ആണ് ഷെൽട്ടറും പീക്കും ഈ പരിപാടി തുടങ്ങിയത്. ഞങ്ങൾക്ക് അതിന് സഹായിച്ചു തരാനേ പറ്റുള്ളൂ. പക്ഷേ ആ തിരി കൊടുത്തേണ്ടത് ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകൾക്ക് ഞങ്ങൾ ആരെങ്കിലും വന്ന് തീപ്പെട്ടി വരച്ച് തിരി കൊടുത്തിയാല് അത് വെറുതെ കത്തി ഇങ്ങനെ പറയുള്ളൂ. പക്ഷേ അത് നിങ്ങൾ തന്നെ കൊളുത്തുകയാണെങ്കിൽ അത് ജ്വലിച്ചു. വ്യോമയാന മേഖലയിൽ ആരെയുള്ളതായിട്ട് അറിയില്ല. അപ്പോ ഇത് എന്തുകൊണ്ടായിരിക്കാം? ഒരു പക്ഷേ നമുക്ക് അപ്രാപ്യം, നമുക്കത് പറ്റില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം. അപ്പോഴാണ് ഈ ലീഗിന്റെ ക്യാമ്പിനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ ദേശമാഷം പോലുള്ളവരൊക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അപ്രാപ്യമായിട്ടുള്ള ജോലി ചെയ്യുന്ന ആളുകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സെഷൻ ആരംഭിച്ചു. അതിന് ഓപ്പോസിറ്റ് ഫോഴ്സ് വേണം. ഇത്രയും ഡ്രാഗ് പുറകിലോട്ട് വരുമ്പോ ആ ഫോഴ്സിനാണ് നമ്മൾ ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ത്രസ്റ്റ് അവിടെ നമ്മൾ കിട്ടുക എഞ്ചിൻ. കറക്റ്റ്. ഫ്ലൈറ്റിന്റെ വിങ്സിൽ 2 എഞ്ചിൻ ഉണ്ട്. കറക്റ്റ്. ഈ 2 എഞ്ചിനിൽ നിന്നാണ് ത്രസ്റ്റ് കിട്ടുന്നത്. ഈ ഡ്രാഗിനെ ഓവർകം ചെയ്യാനുള്ള ത്രസ്റ്റ് വരുന്നത് 2 എഞ്ചിനിൽ നിന്നാണ്. ഓക്കെ. ലിഫ്റ്റും വെയിറ്റും അതുപോലെ തന്നെ ത്രസ്റ്റും ഡ്രാഗും ഈ 4 ഫോഴ്സും ഈക്വൽ ആകുമ്പോൾ ഫ്ലൈറ്റ് മുകളിൽ സെയിം സ്പീഡിൽ സെയിം ആൾട്ടിറ്റ്യൂഡ്, ഞങ്ങളുടെ ഭാഷയിൽ സ്ട്രെയിറ്റ് ആൻഡ് ലെവൽ ഫ്ലൈറ്റ് എന്ന് പറയും. അതായത് സ്പീഡ് കൂടുന്നില്ല, സ്പീഡ് കുറയുന്നില്ല, മുകളിലോട്ട് പോകുന്നില്ല, താഴോട്ട്. സാധ്യതകൾ ഒരുപാടാണ്. ഏവിയേഷൻ മേഖല അത്രയ്ക്ക് വികസിക്കുകയാണ്. അപ്പം അതിനുള്ള സാധ്യത നമ്മൾ സാധാരണക്കാര് പോലും പോലെ ഡൽഹി പോവുകയാണെങ്കിൽ നമ്മളാരും ഇപ്പൊ ട്രെയിനും ഒന്നും എല്ലാവരും ഫ്ലൈറ്റ് നമ്മൾ സാധാരണക്കാരുടെ ട്രാൻസ്പോർട്ടേഷനായി വരുന്നുണ്ട്. നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്, അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി മടി കൂടാതെ ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ, ഇവിടെ നിന്ന് സംസാരിക്കാനൊക്കെ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുറത്തുള്ള ആളുകളോടൊക്കെ സംസാരിക്കണം. സഞ്ചാരി എന്നാണ്. മാഷ് ക്ലാസ്സിൽ കയറുമ്പോൾ ഞങ്ങൾ യാത്രക്ക് വരും. മോഹൻദാരം മുതൽ സബർമതി വരെ ആയിരിക്കും റൂട്ട്. ഒരു കയ്യിൽ ചാർട്ട്, മറു കയ്യിൽ ചെറിയ വടി. പാഠം പറയുമ്പോൾ മാഷല്ല, മജീഷ്യൻ. ചിലപ്പോൾ നെഹ്റുവിന്റെ തൊപ്പിയിലേക്കും മറ്റൊരിക്കൽ ചന്ദ്രഗുപ്തന്റെ സിംഹാസനത്തിലേക്കും മാഷ് പറയും. ചരിത്രം കഠിനമാകാം, പക്ഷേ അതിൽ നിന്നും വെളിച്ചം കാണാം. അറിയോ? ഇതൊന്നും അറിയാതെ പിന്നെ എന്ത് കുന്തായി പഠിച്ചെന്ന് ആ കുട്ടിയോട് രക്ഷിതാവ് ചോദിക്കുന്ന ഒരു സംഭാഷണം പോലുള്ള ഒരു കവിതയാണ്. മുണ്ടകൻ കണ്ടാൽ അറിയോടാ, മുണ്ടകൻ കണ്ടാൽ അറിയില്ല, പുഞ്ചയ്ക്കു ദേവാൻ അറിയോടാ, പുഞ്ചയ്ക്കു ദേവാൻ അറിയില്ല, മുണ്ട് മുറുക്കിയൊടുത്തേ ഇക്കണ്ടകാൽ പഠിപ്പിച്ചു, എന്തു കുന്തം പഠിച്ചേക്കാം, എന്തേ നിന്നെ പഠിപ്പിച്ചു. എന്തിനാ മുണ്ട് മുറുക്കിയോട്ട്? എന്റെ ക്ലാസ്സിലെ കുട്ടിയാണ്, ഞാനാണ് ക്ലാസ് ടീച്ചർ. പിടിച്ചു നിൽക്കണമെങ്കിൽ ക്ലാസ് ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അമ്മാനെ വീണ്ടും കുറെ ചോദ്യങ്ങൾ ചോദിക്കും. ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് ടീച്ചർ മറുപടി പറഞ്ഞില്ലല്ലോ, ടീച്ചർ മറുപടി ചോദ്യം കഴിയുമ്പോൾ ഞാൻ എന്തിനാ പറയണത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷം മുഴുവൻ പോസ്റ്റ് ആയി പോകും. വളരെ മികച്ച കവിതകൾ കൊണ്ട് സമ്പന്നമാണ് രാമന്റെ കാവ്യ ജീവിതം എന്ന് പറയുന്നത്. ആ പി രാമനെ വളരെ സ്നേഹത്തോടെ, ഏറെ സന്തോഷത്തോടെ, ഏറെ ഇഷ്ടത്തോടെ ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുഭവങ്ങളിൽ നിന്ന് മാത്രം കവിതകളും കഥകളും എഴുതാൻ പറ്റുള്ളൂ എന്ന കാഴ്ചപ്പാട് ശരിയാണ്. വായിച്ചിട്ടും കേട്ടറിഞ്ഞിട്ടും കണ്ടറിഞ്ഞും നമുക്ക് കവിതകളും കഥകളും എഴുതിക്കൂടെ? അതെന്നെ അനുഭവം, അതെന്നെ അനുഭവം. ഡയറക്റ്റ് ആയിട്ടുള്ള അനുഭവം എന്നുള്ളതല്ല. നമ്മൾ കണ്ടറിഞ്ഞ ഒരു കാര്യം കണ്ടു കാണാത്തവരുടെ അവർക്ക് അവരുടെ വേഗത്തിലേക്ക് അറിയുന്നു. അതെ, അപ്പോ എന്താ പറയാ, അവര് കണ്ടിട്ടല്ലോ, അവര് ഇങ്ങനെ അവർക്ക് ശരീരത്തിലൂടെ തൊട്ടറിഞ്ഞിട്ടുമൊക്കെയാണല്ലോ അവരുടെ അനുഭവം. അത് കാര്യം എന്താ ചെയ്യുന്നത്? നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളുണ്ട്? 5 ഇന്ദ്രിയങ്ങളുണ്ട് അല്ലെ? ഈ 5 ഇന്ദ്രിയങ്ങളും ഒരു ഇപ്പൊ പെറ്റി വീഴുന്ന ഒരു കുട്ടി ലോകത്തെ അറിയുന്നതിനെ ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം
വന്നൊരു ക്യാമ്പാണ്. കവിത എങ്ങനെ എഴുതേണ്ടത്, എന്താണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെ സാറ് പറഞ്ഞു. നമ്മുടെ അനുഭവങ്ങളാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞപ്പോ കുറച്ചുകൂടി മനസ്സിലായി. ഇതുവരെയും അടിപൊളിയായിട്ടാണ് ക്യാമ്പ് മുന്നോട്ട് പോയത്. സാഹിത്യ രംഗത്തും അതുപോലെ തന്നെ